മഴതോരും മുമ്പിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ രോഹിത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഈ നമ്പർ ആരെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അലീന മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് രോഹിത്തിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും രോഹിത്ത് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലീന പറയുന്നുണ്ട്, ഞാൻ അലീനയാണ് രോഹിത്തെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം രോഹിത്ത് പറയും, വെച്ചിട്ട് പോടി പുല്ലേന്ന് പറയുമ്പോഴത്തേക്ക് നീ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനെയും കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ റൂമിലോട്ട് വരുമെന്ന് പറയും കേട്ടോ. രോഹിത്ത് പറയുന്നുണ്ട്, എന്നാൽ എനിക്കൊന്ന് കാണലോടി, നീ വിളിച്ചുകൊണ്ട് പാടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, രോഹിത്തെ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും, നീ എന്നെ വാശി കയറ്റരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രോഹിത്ത് പറയും ബോഡി പുല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഫോൺ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത്ത് പറയും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രോഹിത്ത്. അലീന പറയുന്നുണ്ട്, രോഹിത്തെ നീ ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് എൻ്റെ ഫോൺ എനിക്ക് തന്നിരിക്കണം, കാര്യം വെച്ചാൽ അത് അത്രയ്ക്കും പ്രിയപ്പെട്ട ഇതാണ് എനിക്ക് ആ ഫോണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതല്ല നീ ഇന്ന് എനിക്ക് ആ ഫോൺ തിരിച്ച് തന്നില്ല എങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അത് വിളിച്ച് നിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നിൻ്റെ സഹോദരങ്ങളടുത്തും എല്ലാം ഞാൻ നീ രണ്ടും ചെയ്ത കാര്യങ്ങൾ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞിരിക്കും. നിൻ്റെ അടുത്തൊക്കെ കുറേ വട്ടം ഞാൻ എനിക്കൊക്കെ മാപ്പ് തന്ന് നന്നാവാൻ വേണ്ടി അവസരം തന്നത്, പക്ഷേ നീ ഒന്നും നന്നായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നടന്ന സത്യങ്ങളെല്ലാം ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും. അതിന് മുമ്പ് നീ എനിക്ക് രാത്രി 9 മണിക്ക് മുമ്പ് നീ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ എനിക്ക് ഇവിടെ കൊണ്ട് തരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും പോലീസിൻ്റെ അടുത്തും പറയും, ഞാൻ ഒരു തവണ മൊഴി മാറ്റി പറഞ്ഞെന്നും പറഞ്ഞിട്ട് നീ അത് ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് നീ വിചാരിക്കേണ്ട. ഇനി ഞാൻ പോലീസിൻ്റെ അടുത്ത് ഞാൻ പറയും. അത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയി അകത്ത് കിടക്കേണ്ടി വരും, അതൊന്നും നീ മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറയും, പിന്നെ എനിക്ക് ജ്യൂസിനകത്ത് പിന്നെ മയക്കുമരുന്ന് കലർത്തി തന്നത് നീയാണെന്ന് ഞാൻ പറയും. എന്നിട്ട് നീ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഞാൻ പറയും. അതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായതാണെന്നൊക്കെ ഞാൻ പറയുന്നറിയാം. അപ്പോഴത്തേക്കും നമ്മൾ രോഹിത്താണെങ്കിൽ കുറേ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതൊന്നുമല്ല, കുറേ അങ്ങോട്ട് അലീനയെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ആണെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഫോണാണെങ്കിൽ അലീന കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അലീന പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ രോഹിത്തിന് ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൂമിൽ നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അങ്ങനെ ദേഷ്യം എല്ലാം കൂടെ കാണിച്ചിട്ട് ഫോണൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഹരിയെയാണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിയെ വിളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഹരി ഫോൺ എടുക്കുന്നതും ഇല്ല. അപ്പോഴത്തേക്ക് കോപ്പെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അലീന ആണെങ്കിൽ അടുക്കളയിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഹരിയാണെങ്കിൽ പയ്യെ താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ നോക്കിയിട്ട് അലീനയുടെ അടുത്ത് ഇങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ ടേബിളിൻ്റെ പുറത്തിരുന്ന ഫോണില്ലേ, ആ ഫോണാണെങ്കിൽ ഹരിയാണെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവനെ പുഴയിൽ എറിഞ്ഞെന്ന് പറയും കേട്ടോ. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, എടാ ദുഷ്ട അതിൻ്റെ വാല്യൂ എന്താ നിനക്കറിയാമോ, ഞാനൊരു പവിത്രം കണക്കാൻ ഞാൻ ഫോൺ കൊണ്ട് നടന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രോഹിത്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ അതുപോലൊരു ഫോൺ മേടിച്ച് തന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, എന്തായാലും നീ എനിക്ക് അതിനകത്ത് ഫോണൊന്നും എനിക്ക് നീ വാങ്ങിച്ച് തരേണ്ട കാര്യമില്ല, നീ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നീ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള കൂട്ടുകെട്ട് നിനക്കത് അത്ര നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ രോഹിത്ത് പറയും, അത് നീ നോക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ ആലോചിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അലീന ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഇത്രയ്ക്കും നീ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് നിനക്ക് അതിനെക്കുറിച്ച് നിനക്കൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അലീന പറയും, നിനക്കൊരു ക്ഷമ പോലും ചോദിക്കണമെന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രോഹിത്ത് പറയും, നിർബന്ധമാണെങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ അലീന പറയുന്നുണ്ട്, ഒരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ട് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ക്ഷമയുടെ ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രോഹിത്താണെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്നിട്ട് രോഹിത്ത് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അലീന പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്തൊരു ദിവസം നീ എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നൊരു ദിവസം വരും, എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ചേച്ചി എൻ്റെ അടുത്ത് ക്ഷമിക്കണേന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു ദിവസം നീ വരും, അത് വരാതെ എന്തായാലും നമ്മൾ രണ്ടുപേരും ഈ മണ്ണിൽ നിന്ന് നമ്മൾ രണ്ടുപേരും പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമ്മളെ ഒരു ജീവിത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ അത് ഓർത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രോഹിത്താണെങ്കിൽ ഒരു നിസ്സഹായനെ പോലെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നിന്നിട്ടാണെങ്കിൽ അങ്ങ് കയറി പോകുന്നുണ്ട്. പക്ഷേ എവിടേക്കോ ഒരു പേടിയും ഒരു ഭയവും ഒക്കെ ഉണ്ട്, പക്ഷേ അത് അലീനയുടെ അടുത്ത് ഒന്നും പറയാനും പറ്റുന്നില്ല. അലീനയുടെ അടുത്ത് പറയാനുള്ള മടി കൊണ്ടിട്ട് നമ്മുടെ രോഹിത്ത് അത് കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. നമ്മൾ മനു വരുന്ന സമയത്താണെങ്കിലും നമ്മളെ ഭവിതയും കൃഷ്ണമോളും കൂടെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനു പറയുന്നുണ്ട്, താമസിച്ച് പോയില്ലടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്നും ഇത് തന്നെ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മനു വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ നേരെ ഇങ്ങോട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ മനു ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ രോഹിത്താണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കോളേജിൽ പോകാൻ വേണ്ടി. അങ്ങനെ മനുവിനാണെങ്കിൽ രോഹിത്തിനെ കാണുമ്പോഴാണെങ്കിൽ ദേഷ്യം കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രോഹിത്തിനാണെങ്കിലും കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. എന്നിട്ടും രോഹിത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. പക്ഷേ രോഹിത്താണെങ്കിൽ പുറത്തത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മനു അങ്ങനെ രോഹിത്തിനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മനു പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ രോഹിത്ത് പറയുന്നുണ്ട് ആ കാണാലോ ഇപ്പം തന്നെ കാണാലോ എന്ന് പറയുമ്പോൾ നമ്മളെ മനു പറയും ഇങ്ങനെയല്ല എനിക്ക് ഇതിനെ കാണണ്ടേന്ന് പറയുമ്പം ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മനുവിനാണെങ്കിൽ അവനെ കാണുമ്പോൾ നല്ല ദേഷ്യം കയറി വന്നുകൊണ്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ രോഹിത്താണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ രോഹിത്ത് പോകുമ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. എന്നിട്ട് രോഹിത്താണെങ്കിൽ അങ്ങ് പോയിട്ട് പുറത്ത് പോയിട്ടൊന്ന് തിരിഞ്ഞിങ്ങനെ മനുവിനെ നോക്കും കേട്ടോ. മനു ആണെങ്കിൽ ഇവനെ കൈ കിട്ടിയാൽ നല്ലത് കൊടുക്കാൻ വേണ്ടിയുള്ള ദേഷ്യം മനുവിനും ഉണ്ട്. അങ്ങനെ നമ്മൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ മനു എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു അറിയേ ഇല്ല എങ്കിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല അവനിക്ക് എന്നെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മനു ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്, ഞാനൊരു പൊട്ടനും കാര്യങ്ങളൊന്നും അല്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ മനു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ രാവിലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ടില്ല ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തി ആണെങ്കിലും നമ്മൾ അലീനെ അടുത്ത് പറയുന്നുണ്ട് അലീനെ ഒരു ചായ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അലീനെ ചായയും കൊണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് മനുവിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും മനുവേട്ടൻ എപ്പോഴാണ് വന്നതൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തി ആണെങ്കിൽ അലീൻ്റെ അടുത്ത് പറയും നിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനുവിനെ സാറേ എന്നെ വിളിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. മനു പറയുന്നുണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതിയെന്നൊക്കെ. അപ്പോഴത്തേക്ക് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് സ്വന്തം വില താഴ്ത്തി കിട്ടുന്നിടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനു ആണെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അലീനാണെങ്കിൽ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മനുവേട്ട ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ മനു പറയുന്നുണ്ട് എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മനു ആണെങ്കിൽ വൈജയന്തി അടുത്ത് പറയുന്നുണ്ട് ആൻറ്റി അവൾക്കിപ്പം ഒരു 2 ആഴ്ച റെസ്റ്റ് കൊടുക്കണം, റെസ്റ്റ് എടുക്കേണ്ട ടൈമാണെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് റെസ്റ്റ് കൊടുത്തില്ല എന്ന് അവൾ നിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും എൻ്റെ അടുത്ത് അവൾ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അവൾ പറയാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള കടമ എനിക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായില്ല, നീ അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൻറ്റി മറന്നുപോയോ അവളെ ഞാനാണ് ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അവൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിന്നതുമൊക്കെ ഞാനാണ്. അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട കടമയും എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും മനു പറയുന്നുണ്ട് അത് വളരെ സന്തോഷം, അപ്പോൾ ഞാൻ ആൻറ്റി പറഞ്ഞു വിടുന്ന സമയത്തൊന്ന് പറഞ്ഞാൽ മതി, ആ ടൈമിൽ ഞാൻ വണ്ടിയും കൊണ്ടുവന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കും നീ എവിടെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ല, ഇപ്പോൾ ആൻറ്റിക്ക് വേണ്ടാത്തൊരു സാധനം ആൻറ്റി അത് കളഞ്ഞിട്ട് പിന്നെ അത് അവരെന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നൊന്നും ആൻറ്റി അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മളെ വൈജയന്തി ചോദിക്കുന്നുണ്ട് മനു നീ എന്താ എൻ്റെ കൂടെ അടി കൂടാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനു ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ എൻ്റെ സ്വന്തം ആൻറ്റി അടുത്ത് യുദ്ധത്തിന് ഞാൻ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ആൻറ്റി കുറേ തെറ്റിദ്ധാരണകളൊക്കെ ആൻറ്റി അങ്ങനെ മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഒന്നാണ് ഇതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനു. നമ്മൾ വൈജയന്തി ആണെങ്കിൽ അങ്ങനെ തുള്ളി ചാടിയിട്ട് റൂമിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മൾ ബാലേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ ആരുടെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അലീനാണെങ്കിൽ നമ്മളെ മനുവിന് ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല മനോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീന നേരെ അങ്ങ് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകും കേട്ടോ. അപ്പം മരുന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് മറന്നു എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീ മറക്കത്തില്ല, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും, സ്വന്തം കാര്യം മാത്രമാണ് ഇങ്ങനെ മറക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയുന്നുണ്ട് അത് ശരിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചോദിക്കുന്നുണ്ട് മോളെ അവിടെ മനു വന്നോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം മനു വന്നിട്ടുണ്ട് മനോട്ടം വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി കാണാതെ പോകത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൗദാമിനി അമ്മയെന്നൊക്കെ വിളിച്ചാൽ വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ സൗദാമിനി കൊച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് കണ്ട അവൻ എന്നെ വിളിക്കുന്ന അവൻ്റെ വിളി കേട്ട് കഴിഞ്ഞാൽ അവന് എന്നെയും കാട്ടി മൂത്തതാണെന്നേ തോന്നത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ അലീന പറയുന്നുണ്ട് അത് ചുമ്മാ മുത്തശ്ശിയെ സ്നേഹിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ മനു ആണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശി ഒരുപാട് പ്രാർത്ഥിച്ച ആളെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ മേളിലിരിക്കുന്ന ആളടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ അമ്പലത്തിൽ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട്, ഇത് കൊച്ചിനൊന്നും സംഭവിക്കാതെ തിരിച്ച് തരണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ നമ്മൾ മനു ആണെങ്കിൽ മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മോളടുത്ത് പറയണം അലീനെ കൊണ്ട് ഒരുപാട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കരുത്
വയ്യാതിരുന്ന് അവൾക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുമ്പം നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ടോ അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനോൻ്റെ അടുത്ത് പറയുന്നുണ്ട് മനോട്ട എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കുകയൊന്നും ചെയ്യല്ലേ. അത് കേൾക്കുമ്പോഴത്തേക്ക് മേഡത്തിനാണെങ്കിൽ ദേഷ്യം വരും. ഇപ്പം അല്ലെങ്കിൽ മനോട്ടൻ പറഞ്ഞാൽ മതി അവൾ ഒരാഴ്ച ആശുപത്രി കിടന്ന് സൂചിച്ചൊക്കെ വന്നേല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പോഴെങ്കിലും എനിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മനു പറയുന്നുണ്ട് ആഹാ മേഡത്തിൻ്റെ സൈക്കോളജിയൊക്കെ പഠിച്ച് വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായില്ലേ മനോട്ട, അപ്പോൾ പിന്നെ അതൊക്കെ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മനു ചോദിക്കുന്നുണ്ട് അലീന അടുത്ത് നിൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് മനോട്ട ഫോൺ കാണുന്നില്ല, ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഫോൺ കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അത് ചിലപ്പോൾ അവന്മാരെ നശിപ്പിച്ചാണോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അലീന ഞെട്ടലോടെ നിൽക്കും കേട്ടോ. കരിച്ച് മുത്തശ്ശി കേൾക്കുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശി ചോദിക്കുന്നത് എന്ത് ആരെ നശിപ്പിച്ചെന്നാണ് നീ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മനു ആണെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ സംസാരം മാറ്റാൻ വേണ്ടി ഇങ്ങനെ പറയും, അത് പിന്നെ അവിടെ അലീന ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ മുത്തശ്ശി, അപ്പോൾ അവരെടുത്ത് നശിപ്പിച്ച് കാണുമെന്നാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഫോണില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ലയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും ഇനിയിപ്പോൾ ഫോൺ എന്തിനാ, എൻ്റെ ഫോൺ ഇവിടെ ഇരിക്കുമല്ലേ, എൻ്റെ ഫോൺ അവൾ ഉപയോഗിച്ചോട്ടെ, അവളുള്ളപ്പോൾ എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ട് ആ ഫോൺ മതിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആ ഫോൺ മതിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മനുവിൻ്റെ അടുത്ത്. അങ്ങനെ മനു ആണെങ്കിൽ യാത്ര പറഞ്ഞൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണെങ്കിലും മനു ആണെങ്കിൽ പറയും കേട്ടോ നമ്മൾ അലീനെ അടുത്ത് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് എടുത്തേക്കണേന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയുക ശരി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ എന്തായാലും വന്നിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ ആയിട്ടാണ് വരുന്നത്, കുറച്ച് ദിവസത്തേക്ക് പിന്നെ അതിൻ്റെ ആവശ്യമുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ വൈജയന്തി ആണെങ്കിൽ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അലീനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ ബില്ല് എത്ര ആയെന്നൊക്കെ നിനക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ 1,65,000 രൂപ ബില്ലായി, നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇത് എപ്പോഴാണ് തിരിച്ച് തരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയും എൻ്റെ തരാൻ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറയേ. അപ്പോൾ വൈജയന്തി പറയുമോ ഇനിയിപ്പോൾ നീ എത്ര നാൾ ജോലി ചെയ്തിട്ടൊക്കെ അതിന് തിരിച്ച് തരാമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അപ്പോൾ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട് നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ബ്ലഡ് പോയെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തി പറയുന്നുണ്ട് ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് കയറ്റിയതിൻ്റെയൊക്കെ പൈസയാണ് ഇങ്ങനെ ഇത്ര രൂപ ആയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറയുന്നുണ്ട് എന്നെ പറഞ്ഞുവിടാൻ വേണ്ടി നിൽക്കുമല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ ജോലി ചെയ്ത് എനിക്ക് തീർക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് അതാ ഞാനും ആലോചിക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വൈജയന്തി ഇങ്ങനെ അലീന അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അലീന പറയുന്നുണ്ട് അല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അലീനെ കൊണ്ട് പോകാൻ നേരത്ത് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് നീ അവിടെ നിൽക്കി കുറച്ച് നേരം അവിടെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും നമ്മൾ വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലെ ബില്ല് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇത്ര രൂപ ബില്ലായില്ലേ, പിന്നെ അത് ഇനി എങ്ങനെ മുതലാക്കണമെന്നൊക്കെ നമ്മളെ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അലീനയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ വൈജയന്തിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നാളത്തെ പ്രൊമോ റിവ്യൂ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോ ആയിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അലീനയ്ക്ക് അടുക്കളയിൽ കൃഷ്ണമോളാണ് സഹായത്തിന് നിന്ന് പാത്രമൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് വരുന്ന നമ്മളെ വൈജയന്തി ആണെങ്കിൽ നമ്മൾ കൃഷ്ണമോളത്ത് തട്ടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ചേച്ചിക്ക് റെസ്റ്റ് വേണമെന്നുള്ള കാര്യം മേഡത്തിന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം എല്ലാം കൂടെ കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്ന പറഞ്ഞാൽ നടത്തുന്ന പറഞ്ഞാൽ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ വന്ന് മുത്തശ്ശിയുടെ ഫോൺ മേടിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ മേടിച്ചിട്ടാണെങ്കിൽ അതിനകത്ത് കോൾ റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ലിസ്റ്റിൽ നമ്മളെ രോഹിതിനെ വിളിച്ചതും നമ്മളെ രേവതിക്കുട്ടി വിളിച്ചതൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും അതിനകത്താണെങ്കിൽ ബാലേന്ദ്രൻ്റെ ഫോണിലോട്ട് അത് റെക്കോർഡൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെൻഡ് ചെയ്തിട്ട് ബാലേന്ദ്രൻ വന്നിട്ട് കേൾക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നമ്മൾ പിന്നെ അലീന പറയുന്നുണ്ടല്ലോ രോഹിത്തിൻ്റെ അടുത്തൊക്കെ എങ്ങനെ നിനക്ക് പോലീസിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇനി വേണമെങ്കിലും എനിക്ക് പോലീസിൽ കേസ് കൊടുക്കാം, നീയും പിന്നെ ഹരിയും കൂടാണ് എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് തന്ന് റേപ്പ് ചെയ്യാൻ എന്നെ ശ്രമിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ബാലേന്ദ്രൻ കേട്ടിട്ട് ഒരു ഷോക്കായിട്ട് ബാലേന്ദ്രൻ എഴുന്നേറ്റ് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോയായിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണുള്ള ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.